നമസ്കാരം, ഫിറോസ് ആണ്. 92.7 ബിഗ് FM റേഡിയോയിൽ നിന്ന് സനാഥാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് വളരെ ഐശ്വര്യമുള്ള മനോഹരമായ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുകയാണ്. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട കുറേയേറെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനും പ്രവാസിയായിരുന്നു, അല്ലെങ്കിൽ വാപ്പ ഒരുപാട് ദീർഘകാലം പ്രവാസിയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രവാസ ബന്ധം, അനുജനും പ്രവാസിയായിരുന്നു. അപ്പൊ അത് എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ ഒരു തീക്ഷ്ണത അറിയാം, അവിടുത്തെ കലാകാരന്മാരുടെ ഒരു വീർപ്പ് മുട്ടൽ അറിയാം, അവരെങ്ങനെയാണ് അവരുടെ ഒരു പ്ലാറ്റ്ഫോം തേടിപ്പിടിക്കാനുള്ള ബുദ്ധിമുട്ടെന്നറിയാം. ദുബായിലായിരുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ഈ പറഞ്ഞ പോലെ എനിക്കിത് ചെയ്യണം, പക്ഷെ ഇത് ചെയ്തെടുക്കാൻ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊരുപാട് സന്തോഷത്തോടെ അസാസ് പ്രൊഡക്ഷൻസിന്റെ മാനുഷം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കേട്ടോ, ഞാനതിന്റെ പ്രിവ്യൂ കണ്ടു. അതിന്റെ ഡബ്ബിങ്ങിന്റെ ഭാഗമാകുന്നതിനുള്ളൊരു ക്ഷണം വന്നതാണ്. പക്ഷെ എന്റെ തിരക്കുകൾ കാരണം, എനിക്ക് ചെയ്യണം ആത്മാർത്ഥതയുണ്ടായിരുന്നു, പക്ഷെ എന്റെ തിരക്കുകൾ കാരണം അത് നടക്കാതെ പോയി. അതിൽ ഒരുപാട് ഖേദിക്കുന്നു. പക്ഷെ ആ ബ്രീഫ് ഞാൻ കണ്ടതാണ്. വളരെ മികച്ചൊരാശയം, ഏറ്റവും മനോഹരമായ രീതിയിൽ ഹൃദയത്തിന്റെ നാലറകളിലേക്ക് നേരിട്ട് വന്നു തൊടുന്ന അനുഭവവേദ്യമായ ഫ്രെയിമുകളോടെ ഏറ്റവും മികച്ചൊരു കൂട്ടം കലാകാരന്മാർ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കഴിവിന്റെ പരമാവധി അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു കലാതുണ്ട്, ഒരു തുണ്ട് കലാ ഒരു രൂപം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷോർട്ടായിട്ടുള്ള, നമ്മളെപ്പോഴും ഷോർട്ട് എന്നല്ലോ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഞാനത് കണ്ടപ്പോൾ ഇതൊരു ഷോർട്ടായിട്ടുള്ളതല്ല, ഒരു വലിയൊരു ബിഗ് സന്ദേശം. ചെറിയൊരു കലാരൂപത്തിൻ്റെതായ ചെറിയൊരു തുണ്ട് കലാപരിപാടിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, പക്ഷെ ആ ഒരു ചെറിയ പീസ് ഓഫ് ആർട്ട് ഒരുപാട് ഹൃദയങ്ങളിലേക്ക് നേരിട്ട് വന്ന് തൊടും എന്നുറപ്പുള്ള മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ഉള്ള ഒന്നാണ്. അതിലേറെ ഈ ഒരു കലാരൂപം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ആശയമുണ്ട്. സമൂഹം എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട, എല്ലായ്പ്പോഴും അതിപ്പോ മാനുഷിക ബന്ധങ്ങളിലാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ അഡിക്ഷൻസിലാകട്ടെ, നമുക്ക് ബന്ധങ്ങളോടും ലഹരിയോടുമുള്ള അഡിക്ഷൻസ് ആകട്ടെ, നമ്മുടെ തിരിച്ചുപിടിക്കലുകളാകട്ടെ, ലൈഫിലേക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മളെ തിരിച്ചു പിടിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ, അത്തരത്തിലുള്ള ഒരു സൂചിക കൂടി ഈ ഷോർട്ട് ഫിലിം നൽകുന്നുണ്ട്. അപ്പൊ മാനുഷ്യത്തിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പിന്നണി പ്രവർത്തകർക്കും, മുന്നിൽ അണിനിരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, ഒപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്ത ഒരു വലിയ പ്രവാസി കൂട്ടായ്മയും നാട്ടിലെ കലാകാരന്മാരും നാട്ടിലെ കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കുമൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസ നേർന്നുകൊണ്ട് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം, ഈ ഒരു വലിയ സന്ദേശമുള്ള ഈ കുഞ്ഞു സിനിമ നിങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് നന്മയോടെ എത്തിക്കുകയാണ്. പരമാവധി കിട്ടുന്ന ഗ്യാപ്പിൽ, ഒരു ചിരി തിരക്കൊക്കെയാണ് നമ്മളെന്നറിയാം, എന്നാലും കിട്ടുന്ന ഗ്യാപ്പിൽ ഇതൊന്ന് കാണണം. ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനെ ചർച്ച ചെയ്യണം. ഹൃദയം കൊണ്ട് ഈ കലാകാരന്മാരെ സ്വീകരിക്കണം. പരകട്ടെ പ്രകാശ്.